പ്രിയമുള്ളവരെ, ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ 666 എന്ന ഒരു നമ്പർ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം. ഇത് ബൈബിളിൽ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ നാം വായിച്ചു നോക്കിയാൽ, വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിലക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവർ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? അതിൻ്റെ സംഖ്യ 666, 666. അപ്പോൾ ഇവിടെ പറയുന്നത് ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ, അല്ലാതെ ദൈവം നമുക്കതിനെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് ഈ 666, 666 എന്താ എന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ഇത് വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രരും ദാസന്മാരും എല്ലാവരും ഈ നമ്പർ കൈമേലോ നെറ്റിയിലോ കെട്ടിയിരിക്കണം. ഈ 666 എന്ന ഈ നമ്പർ എന്ന് കാണുന്നുണ്ട്. ഇത് ഒരു മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെ വരും. അപ്പോൾ ഈ മുദ്ര ഇല്ലാതെ ഒരുത്തനും ഒരു സാധനം വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ ഈ ലോകത്തിൽ സംജാതമാകും എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഈ നമ്പർ കൂടിയേ തീരൂ. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? അതിൻ്റെ സംഖ്യ 666. അപ്പോൾ മനുഷ്യൻ്റെ സംഖ്യ എന്ന് പറയുന്നത്, മനുഷ്യൻ 6-ാം ദിവസമാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ സംഖ്യ 6 അതുപോലെ തന്നെ അതാണ് 6 നിന്നാണ്, 6 എന്ന ഈ 6 നിന്നാണ് സെക്സ് എന്ന വാക്കുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സെക്സ് മുഖാന്തരമാണല്ലോ ജനങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഈ 6ൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ 6 എന്ന് ചില സ്ഥലത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റ് നമുക്ക് ചിലവ് ഒരു പറയുന്നത് കേട്ടിട്ടുള്ളത്, ഹീബ്രു നമ്പേഴ്സ് നമുക്കറിയാം. ആലേഫ് എന്ന് പറഞ്ഞാൽ 1, ബേത്ത് 2, ഗീമൽ 3, ദാലത്ത് 5, ഹേ 6, വൗ 5, 6 വൗ. അപ്പോൾ ഈ വൗ എന്ന ഹീബ്രു അക്ഷരമാണ് ഈ 3 വൗ വൗ വൗ. അതിന് ചിലർ പറയുന്നത് ഈ വൗ വൗ വൗ, അതായത് WWW എന്നാണ് പറയുന്നത്. നമുക്ക് ഈ അക്ഷരം നമുക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. യെസ്, വൗ 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 എന്ന് പറഞ്ഞാൽ WWW, അതായത് 666 എന്നാണ് പറയുന്നത്. അതായത് വേൾഡ് വൈഡ് വെബ് WWW. അപ്പോൾ ഇത് ഈ വേൾഡ് വൈഡ് വെബ്, അതായത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഈ കാലത്തിന് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലമാണ് വരുന്നത്. എല്ലാം ഓൺലൈൻ വഴിയായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുക എന്നൊക്കെ പറയുന്നതായ ഒരു കേട്ടുകേൾവി ഇങ്ങനെ എന്തായാലും പറയുക, നാട്ടിലെ ചിലർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്.
അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ വിശുദ്ധ നമ്പർ എന്ന് പറയുന്നത് 7ആണ്. ബൈബിളിൽ നിങ്ങൾ എപ്പോഴും എടുത്തു നോക്കിയാൽ വിശുദ്ധ നമ്പർ 7ആയിരിക്കും. അതായത് ഷാബത്ത്, 7th ഡേ ആണ്. അതുപോലെ തന്നെ ദൈവം 6 ദിവസം കൊണ്ടെല്ലാം സൃഷ്ടിച്ചു, 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു. അതുപോലെ മനുഷ്യന് ശാബത്ത് അനുഷ്ഠിക്കേണ്ട 7ആണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദീപം 7 വിളക്കാണ് കാണിക്കുന്നത്. ഇങ്ങനെയെല്ലാം 7ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിശുദ്ധ നമ്പറായ 7ൽ നിന്നും 1 കുറച്ച് കിട്ടുന്ന 6 എന്ന സംഖ്യ അത് മനുഷ്യൻ്റെ നമ്പറാണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഹ്യൂമൻ ബീയിങ്. അതുപോലെ തന്നെ ട്രിനിറ്റി, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ തൃത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ വിശുദ്ധ നമ്പർ 777 അപ്പോൾ അതിൽ നിന്നും ഓരോന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കിട്ടുന്ന സംഖ്യ 666 എന്നത് ആൻറ്റി ട്രിനിറ്റിയാണ്, അല്ലെങ്കിൽ ബീസ്റ്റാണ്. അപ്പോൾ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശത്രു, അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പറാണ് ഈ 666. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ 666 എന്നുള്ളത് ആ നമ്പറാണ് നാം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒരു ഹോട്ടലിൽ പോയാൽ ഭക്ഷിക്കുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ തന്നെ നാം ഉപയോഗിക്കുന്നത് ഈ നമ്പറാണ് എന്നുള്ള നിലയ്ക്കാണ് നാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊന്ന് അന്വേഷിച്ച് നോക്കി, വല്ല പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടെ നോക്കി. അതിനകത്ത് പറയുന്നത് ഇൻ ദ ബൈബിൾ, സ്പെസിഫിക്കലി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ, ദ നമ്പർ 666 ഈസ് ഡിനോട്ടഡ് ആസ് ദ നമ്പർ ഓഫ് ദ ബീസ്റ്റ്. അത് ഒരു ശത്രുവിൻ്റെ നമ്പറാണ്. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ശത്രു, അതായത് എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയും. വിച്ച് ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ് ഓർ ദി എംബോഡിമെൻറ്റ് ഓഫ് ഈവിൾ. അതാണ് ശത്രുവിൻ്റെ, അതൊരു ദുഷിച്ച ഒരു ദോഷത്തിൻ്റെ നമ്പറാണത്. ദിസ് നമ്പർ ഈസ് ഓഫൺ റിഫർ ടു ആസ് ദി മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. അത് ശത്രുവിൻ്റെ നമ്പറാണ്. ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി അപ്പോക്കാലിപ്റ്റിക് വിഷൻ ഓഫ് ദ എൻഡ് ടൈംസ്. ലോകാവസാന കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഈ ദുരന്തത്തിൻ്റെ ആ അവസ്ഥയിലുള്ളതായ ഒരു സിംബോളിക്കായിട്ടുള്ളതാണ് ഈ 666. അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ, 666 ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ നെയിം ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ് വിച്ച് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ ഇതിനകത്ത് വിശദീകരിച്ച് പറയുന്നേ ഇല്ല. അവരെന്താ പറയുന്നത്? ബുദ്ധിയുള്ളവൻ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ബാക്കി നാം ഏത് കാര്യം എടുത്തു നോക്കിയാലും എല്ലാത്തിനും വിശദീകരണം നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. പക്ഷേ 666 എന്നുള്ളത് അത് വിശദീകരിച്ചില്ല. ബുദ്ധിയുള്ളവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ് ബൈബിളിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. ത്രൂ ഔട്ട് ഹിസ്റ്ററി many have attempted to decipher the meaning of this number, with some interpreting it as a symbol of imperfection. അതാണ് അത് നേരെ പെർഫെക്ഷൻ്റെ നേരെ എതിരാണത്, ഇംപെർഫെക്ഷനാണ്. Others as a representation of the trinity of evil. അതാണ് ട്രിനിറ്റിയുടെ ശത്രുവാണ് എന്നാണ് ഈ നമ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് others still as a code that holds the secret of the antichrist identity. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 666 ആണ്. ട്രിനിറ്റി എന്ന് പറയുന്നതിൻ്റെ ഐഡൻറ്റിറ്റി 777. അതിന് നേരെ വിപരീതമാണ് ആൻറ്റി ക്രൈസ്റ്റ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പർ 666. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.